രാഹുൽ മാങ്കുട്ടത്തിൽ പ്രതിയായ ആദ്യ ബലാത്സംഗ കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഗർഭഛിദ്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബിയാണെന്നായിരുന്നു അതിജീവിതയുടെ മൊഴി. എന്നാൽ അതിജീവിത ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ ഗുളിക എത്തിച്ചതെന്നും മറ്റൊന്നും അറിയില്ലെന്നുമാണ് ജോബിയുടെ വാദം. അരുൺ സോളമൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇന്നറിയാം ജോബിക്ക് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും ആര്യ, ശ്രുതി, ഈ വിഷയത്തിൽ ഏറെ നിർണായകമാണ്. കാരണം രാഹുൽ മാങ്കുട്ടത്തിലിന്റെ അറസ്റ്റ് നേരത്തെ തന്നെ ഹൈക്കോടതി ഈ കേസിൽ തടഞ്ഞിരിക്കുകയാണ്. ഇതിൽ രണ്ടാം പ്രതിയാണ് ജോബി ജോസഫ്. ഇതിൽ ജോബി കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം ഇത് യുവതിയുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു മെഡിസിൻ താൻ കൊണ്ടെത്തിച്ചത്. അത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ഇത് എന്തിന് നൽകുന്ന ഗുളികയാണെന്നോ ഇതിന്റെ പാർശ്വഫലങ്ങൾ എന്താണെന്നോ തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് കോടതിയിൽ എന്തായാലും ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കോടതി ഇത് എന്താണ് ഈ ഒരു രണ്ടുപേരുടെയും വാദങ്ങൾ പ്രധാനമായും എന്തായാലും മുഖവിലക്കെടുക്കും. കാരണം യുവതി നേരത്തെ തന്നെ ഉന്നയിച്ചത് ഈ ഗുളിക കഴിച്ചതിന് ശേഷം അമിതമായ രക്തസ്രാവം ഉണ്ടാകുകയും ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരു ഘട്ടത്തിൽ മരണത്തിന് വരെ ഇടയാക്കുന്ന ഒരു മെഡിസിനാണ് താൻ കഴിച്ചതെന്നുള്ളത് കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ഇതിനുശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു. എന്തായാലും കോടതി ജോബി ജോസഫിന്റെ ജാമ്യ ഹർജിയിൽ ഇന്നെന്തായാലും വിധി ഉണ്ടാവും. അതെ, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.